കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഞാനിപ്പോൾ വീഡിയോയിൽ വരുന്നത് ഗുരുവായൂരപ്പൻ്റെ നിത്യപൂജകളെ പറ്റിയിട്ടും ദർശനത്തിനെ പറ്റിയിട്ടുമുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് തൊഴാൻ പറ്റുന്ന സമയവും പൂജകളും. രാവിലെ നിർമാല്യത്തോടെയാണ് ആരംഭിക്കുക. ആ നിർമാല്യം എന്ന് പറഞ്ഞാൽ ഒരു 2:30-ക്ക് മേൽശാന്തി രുദ്രതീർത്ഥത്തിൽ കുളിച്ചിട്ട് അകത്ത് വന്ന് അവിടെ റെഡി ആയിട്ട് നിൽക്കും. അദ്ദേഹത്തിൻ്റെ പൂജ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയൊക്കെ ആയിട്ട് അവിടെ നിൽക്കും. ശ്രീകോവിൽ തുറക്കാൻ തയ്യാറായിട്ട് 3 അടിക്കുന്ന സമയം, നാഴികമണി 3 അടിക്കുന്ന സമയത്താണ് ശ്രീകോവിലിൻ്റെ നടയും അതേമാതിരി ഗോപുരത്തിൻ്റെ നടയും ഒപ്പാണ് തുറക്കുക. ആ 3 അടിയിൽ ഒരു വ്യത്യാസവും വരില്ല. 1 മിനിറ്റ് 1 സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കില്ല. കറക്റ്റ് 3 മണിക്കാണ് നട തുറക്കുക. നട തുറന്നാലാണ് നമ്മളെ നിർമാല്യത്തിന് വരുന്ന ആളുകൾ ഉള്ളിലേക്ക് കയറാൻ പറ്റുക. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ 3:08 3:10 വരെയൊക്കെയാണ് നിർമാല്യ ദർശനം എന്ന് പറയാറ്. കാരണം തലേ ദിവസത്തെ അതാണല്ലോ പൂജ, അതാണ് നമ്മൾ തൊഴുന്നത് നിർമാല്യമായിട്ട്. ശരിക്കും ഗുരുവായൂരത്തെ കാര്യം എന്താ വെച്ചാൽ, ഗുരുവായൂരപ്പന് ബ്രഹ്മാവ്, മഹാവിഷ്ണു, കൃഷ്ണൻ തുടങ്ങിയവരൊക്കെ പൂജിച്ചിരുന്ന ആ വിഗ്രഹമാണ് ഇന്നിപ്പോൾ ഗുരുവായൂരിലുള്ള ഗുരുവായൂരപ്പനായിട്ടിരിക്കുന്ന ചതുർബാഹുവായ വിഗ്രഹം. അതിന് അത്രയും ശക്തിയുണ്ട്, അത്രയും ഭക്തിപരമായ ആ ഒരു ഇതാണുള്ളത്. അപ്പോൾ അത് വളരെ നമ്മളെ മനസ്സിലേക്ക് അതങ്ങനെ ആവാഹിച്ചാൽ ആ നിർമാല്യത്തിൻ്റെ, കാരണം ഈ ദേവന്മാരാണ് രാത്രി വന്നിട്ട് പൂജിച്ചിട്ട് ഉള്ള ആ വിഗ്രഹം. അതായത് പിന്നെ പൂജിക്കുക ഗുരുവായൂരപ്പനെ നമ്മൾ ഉറക്കിയിട്ട് പള്ളി ഉറക്കം കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് പോരും. അത് കഴിഞ്ഞാലാണ് ദേവന്മാരുടെ പൂജയും കാര്യങ്ങളും. അപ്പോൾ ആ 3:08 3:10 വരെ നിർമാല്യ ദർശനമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വരുന്നത് അടുത്തതായിട്ട് നിർമാല്യ ദർശനം എന്ന് പറഞ്ഞാൽ ഈ വ്യാഴദോഷം അല്ലെങ്കിൽ ഭൂതദോഷമൊക്കെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ നല്ലതാണ് നിർമാല്യ ദർശനം. കാരണം അത്രയും ചൈതന്യം പുറത്തേക്ക് വരികയാണ്. ആ ദേവകൾ പൂജിച്ച ചൈതന്യം മുഴുവൻ നമ്മളിലേക്ക് വരികയാണ്. പിന്നെ 3:20 3:10 ശേഷം വരുന്ന 3:20 തൈലാഭിഷേകമാണ് വരിക. ആ തൈലാഭിഷേകം എന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ നമുക്ക് ദർശനം കിട്ടും കേട്ടോ. ആ തലേ ദിവസത്തെ ആടയാഭരണങ്ങളൊക്കെ മാറ്റിയിട്ട് ആ ചതുർബാഹുവായ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ ശരിക്കും പറഞ്ഞാൽ ചക്കിലാട്ടിയ നല്ലെണ്ണയാണ്, 8 നാഴി നല്ലെണ്ണയാണ് അതിന് ഉപയോഗിക്കുക. വെള്ളിക്കുടത്തിലാക്കിയിട്ട് തലേ ദിവസം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. അതാണ് ദേഹത്ത് കൂടി ഇങ്ങനെ ഒഴുക്കുക. ആ എണ്ണ വിശേഷപ്പെട്ട ഔഷധമാണ്. അത് ഏത് രോഗത്തിനും, പ്രത്യേകിച്ച് വാതരോഗത്തിനൊക്കെ ഈ ഔഷധം ഉള്ളിൽ കഴിക്കാം, അല്ലെങ്കിൽ പുറമേ പുരട്ടാം. അത് നമുക്ക് കൗണ്ടറിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ തൈലാഭിഷേകം കഴിഞ്ഞാലാണ്, തൈലാഭിഷേകത്തിൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ വാകച്ചാർത്തായി. വാകച്ചാർത്ത് എന്ന് പറഞ്ഞാൽ പലരും ഈ നിർമാല്യമാണ് വാകച്ചാർത്ത് കഴുകുക എന്ന് പറഞ്ഞിട്ടാണ് ഇത് വരിക. അത് 6 മണിക്ക് തൊഴുതാലും അവരുടെ വിചാരം വാകച്ചാർത്ത്. പക്ഷെ അതല്ല, 3:20 ഒക്കെ ആകുമ്പോഴേക്ക് ആ വാകച്ചാർത്താണ്. നെന്മേനി വാകയാണ് അത് ഉപയോഗിക്കുക. ആ വാക കൊണ്ട് ശരിക്കും ഇങ്ങനെ പൗഡറാണല്ലോ വാകപ്പൊടി ഇങ്ങനെ മേലൊക്കെ ആക്കിയിട്ട് അത് കഴുകി എടുക്കണത് എന്താ വെച്ചാൽ ബ്രഷ് കൊണ്ടാണ് അത് ഇതാക്കുക. അല്ലാതെ കൈ കൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും വിഗ്രഹത്തിന് പ്രശ്നങ്ങൾ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് വാകപ്പൊടി ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് തുടച്ചു മാറ്റുക. തുടർന്നാണ് ശംഖാഭിഷേകം. ശംഖാഭിഷേകം എന്ന് പറഞ്ഞാൽ വലമ്പിരി ശംഖിൽ തീർത്ഥജലം നിറച്ച് മന്ത്രങ്ങൾ ഉരുവെട്ടുകൊണ്ട് ഇങ്ങനെ ഓദിക്കനും ഒക്കെ മേൽശാന്തിയൊക്കെ അഭിഷേകം ചെയ്യും. അപ്പോൾ ആ വാകപ്പൊടിയുടെ മന്ത്രപൂരിതമായ ആ തീർത്ഥത്തിൻ്റെയും കൂടി ഔഷധ ഗുണമുള്ള ആ ജലം ഒഴുകി ഇറങ്ങിയിട്ടാണ് നമുക്ക് ആ സമയത്ത് ഏകദേശം ഒരു 3:20 3:30 ഉള്ളിൽ നമുക്കത് പുറത്തുനിന്ന് കിട്ടും. കൈയോടെ കുടിക്കാൻ കിട്ടും. അതില്ലെങ്കിൽ അപ്പോൾ കിട്ടാത്ത ആളുകൾക്ക് വടക്കേ നടയിൽ ഇരിക്കുന്ന 2 നമ്പൂരിമാർ ഇരിക്കുന്നുണ്ടാവും. അവരുടെ അടുത്ത് നിന്ന് പ്രസാദ വിതരണത്തിൻ്റെ അവിടെ ചെന്ന ഈ തീർത്ഥവും ഈ എണ്ണയും കളബും ഒക്കെ ഇവിടുന്ന്, കളബല്ല ചന്ദനം കിട്ടും. അതവിടെ കിട്ടുന്നതാണ്. അതിനുശേഷം ഒരു 3:30-ക്ക് നട അടയ്ക്കും. ആ നട അടയ്ക്കുന്നത് എന്താ വെച്ചാൽ മലർ നിവേദ്യത്തിനാണ്. മലർ നിവേദ്യവും അലങ്കാരവുമാണ് ആ സമയത്ത് ഉണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ആ സ്വർണ്ണ കിരീടമൊക്കെ വെച്ച് പട്ടൊക്കെ വെച്ചിട്ട് ഉള്ള നല്ല ഒരു 2 വയസ്സായ ഉണ്ണിക്കണ്ണൻ്റെ രൂപമാണ് അലങ്കരിക്കുക. ആ മലർ നിവേദ്യം എന്ന് പറഞ്ഞാൽ ശർക്കരയും കദളിപ്പഴവും നാളികേരമൊക്കെ കൂട്ടിയിട്ട് ആണ് ഉണ്ടാവുക. നേദ്യ സാധനങ്ങളൊക്കെ ഇട്ട് വെള്ളിപ്പാത്രത്തിൽ ആണ് ഉണ്ടാക്കിയിട്ട് ഒരുക്കുക.
അങ്ങനെ അതും നമുക്ക് പ്രസാദമായിട്ട് കിട്ടും. ആ പ്രസാദം കഴിഞ്ഞാൽ ഒരു 4:15 ഒക്കെ ആകുമ്പോഴേക്ക് നട തുറക്കും. നട തുറന്നു കഴിഞ്ഞാൽ കുറച്ച് ദർശനം കഴിഞ്ഞാൽ പിന്നെ ഒരു 4:15 തൊട്ട് 4:30 ഏകദേശം സമയമാണ് ഈ പറയുന്നത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം. പിന്നെ ഉഷനിവേദ്യമാണ്. ഉഷനിവേദ്യം എന്ന് പറഞ്ഞാൽ ഉണ്ണിക്കണ്ണന് നെയ്പായസം, വെണ്ണയും വെള്ളച്ചോറ് എന്ന് പറഞ്ഞാൽ വെള്ളരിച്ചോറും കദളിപ്പഴമൊക്കെ ഇല്ലേ, അതൊക്കെ പാടെയുള്ള ഒരു വിഭവങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ദർശനത്തിൻ്റെ സമയമായി. ആ ദർശനം എന്ന് പറഞ്ഞാൽ 4:30 തൊട്ടിട്ട് 6:15 ആവുന്നവരെ ദർശനിക്കാം. കുറച്ച് നേരം ഉഷനിവേദ്യം കുറച്ച് നേരം ഉണ്ടാവും. അത് പക്ഷേ ആളുകളെ നിർത്തിയിട്ടാണ് വരിക. പിന്നെ അതിന് എതിരേറ്റ് പൂജ എന്നൊക്കെ പറയും. ഒരു 5:30 മണി മുതൽ ഉള്ള സമയം നമുക്ക് ദർശനത്തിന് ഉപയോഗിക്കാം. 5:30ക്ക് ശേഷം സുഖമായിട്ടുള്ള ദർശനം കിട്ടും. ആ സമയത്ത് എതിരേറ്റ് പൂജ എന്ന് പറഞ്ഞാൽ സൂര്യനെ എതിരേൽക്കുകയാണ്. അത് ശരിക്കും ഉദയത്തിൻ്റെ അതിനനുസരിച്ചാണ് ഇത് ഉണ്ടാവുക. ആ സമയത്ത് ഒരു 6 മണി ഒക്കെ 5:45 ആകുന്ന സമയത്ത് നട തുറക്കും, അടയ്ക്കും കുറച്ച് നേരം. എന്നാലും നമ്മളെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ആ സമയത്ത് ഗണപതി ഹോമം നടത്തും. അതായത് മേൽശാന്തി ഒക്കെ ആയിട്ട് തിടപ്പള്ളിയിൽ അവിടെ ഗണപതി ഹോമം നടത്തും. അപ്പോൾ ഭഗവതിക്കും അയ്യപ്പനുമൊക്കെ നേദ്യം അവിടെ ആ സമയത്ത് നടക്കുന്നുണ്ടാവും. പിന്നീട് വരുന്നത് ഒരു 6:15, 6:45 6:30 കഴിഞ്ഞാൽ ശ്രീഭൂതബലിയാവും ഈ ചൊവ്വാഴ്ച, വ്യാഴാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ചയൊക്കെ ദിവസങ്ങളിൽ. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ശീവേലിയും. അത് ശ്രീഭൂതബലിക്ക് 4 റൗണ്ടാണ് ഉണ്ടാവുക. ശീവേലിക്ക് 3 റൗണ്ടേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ നമുക്ക് ഭക്തർക്ക് ഒപ്പം നടക്കാം. അത് ഏറ്റവും വലിയൊരു കാര്യം. ഭജന പാടിയിട്ടൊക്കെ നമുക്കിങ്ങനെ നടക്കാം. അതാണ് ഏറ്റവും കൂടുതൽ ഉള്ളൊരു ആദ്യത്തെ ശീവേലി. ആ ശീവേലി എന്ന് പറഞ്ഞാൽ ഒരു 7 മണി 7:15 ഉള്ളിൽ 7 മണിയാകുമ്പോഴേക്ക് തന്നെ ആ ശീവേലി കഴിയും. ആ ശീവേലി കഴിഞ്ഞാലാണ് അടുത്തതായിട്ട് പിന്നെ 7 മണി കഴിഞ്ഞാൽ 7:15 ആകുമ്പോൾ തുടങ്ങായി അപ്പോഴൊക്കെ ഇത് കുറച്ച് നേരം ഉള്ളിലേക്ക് ആളെ വിട്ടുകൊണ്ടുള്ള ശീവേലി കഴിഞ്ഞാൽ. ഇനി പ്രത്യേകമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ശീവേലി കഴിഞ്ഞ സമയത്ത് ഭഗവാനെ തിടമ്പ് ഉള്ളിലേക്ക് കയറ്റുന്ന സമയത്ത് നമുക്ക് വളരെ സുഖകരമായിട്ട് ദർശനത്തിനുള്ളൊരു സൗകര്യമുണ്ട്. അത് നമ്മളെ കൊടിമരത്തിൻ്റെ അവിടെ നിന്നാൽ കുറച്ചൊക്കെ തിരക്കുണ്ടാവും. എന്നാലും കയറുന്ന സമയത്ത് നല്ല സുഖമായിട്ട്, കാരണം മുന്നിൽ ആരും ഉണ്ടാവില്ല. ആ നാലമ്പലത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിലിൻ്റെ പുറത്ത് ആരും ഉണ്ടാവാത്ത കാരണം നമുക്ക് ക്ലിയറായിട്ട് ഭഗവാനെ കാണാൻ കഴിയും. നമ്മൾ ആ സോപാനപ്പടിയിൽ പോയി കാണുന്ന പോലെ തന്നെ കാണാൻ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ ശീവേലി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ദർശനം തുടങ്ങി. പിന്നെ വരുന്നത് അഭിഷേകമാണ്. അഭിഷേകം നമ്മളെ രുദ്രതീർത്ഥത്തിലെ തീർത്ഥജലം കൊണ്ടാണ് ആദ്യം അഭിഷേകം. പിന്നെ ഇളനീര് കൊണ്ടുള്ള അഭിഷേകം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പാലഭിഷേകം വരും. ആ പാലഭിഷേകം എന്ന് പറഞ്ഞാൽ ദേവസ്വത്തിൽ തന്നെ നമ്മൾ പശുക്കളെ വളർത്തുന്നുണ്ട്. ആ പശുക്കളിൽ നിന്ന് കൊണ്ടുവന്ന പകുതി നമ്മൾ അഭിഷേകത്തിനെടുക്കും. അത് കഴിഞ്ഞാൽ ബാക്കി പകുതി പാൽപ്പായസത്തിനെടുക്കും. അതിന് ശേഷമാണ് 9 കുടത്തിൽ നവകാഭിഷേകമാണ്. നിറച്ച തീർത്ഥം 9 കുടത്തിൽ നിറച്ച തീർത്ഥം കൊണ്ടുള്ള അഭിഷേകം. അത് ശരിക്കും 3 ലിറ്ററാണ് ഒരു കുടത്തിലുണ്ടാവുക. അങ്ങനെ 9 കുടം കൊണ്ടുള്ള അഭിഷേകം കഴിയും. അത് കഴിഞ്ഞിട്ട് ഭഗവാനെ ഉണ്ണികൃഷ്ണനായിട്ട്, ഇപ്പോൾ ബാലരൂപത്തിലായിരുന്നു, 2 വയസ്സായ കുട്ടിയായിരുന്നു നേരത്തെ. അത് കഴിഞ്ഞ് ഉണ്ണികൃഷ്ണനായിട്ട് ഒരുക്കും. മഞ്ഞപ്പട്ടൊക്കെ ചുറ്റി കിരീടമാലയൊക്കെ ചാർത്തി ഇങ്ങനെ ഓടക്കുഴലൊക്കെ പൊന്നരിഞ്ഞാണൊക്കെ വെച്ചിട്ട് അരയ്ക്ക് മേലേക്ക് ചന്ദനം കൊണ്ട് ചാർത്തും. അതൊക്കെ കഴിഞ്ഞ് പന്തീരടി പൂജയുടെയൊക്കെ സമയത്ത് അടയ്ക്കും. അത് അടച്ചിട്ടാണ് പന്തീരടി പൂജയുള്ള, അതായത് ശരിക്കും പന്തീരടി പൂജ വരുന്നത് നിഴലിന് 12 അടി നീളമുള്ള സമയത്ത് എന്നാണ് പറയുക. ആ സമയത്താണ് പന്തീരടി പൂജ ഉണ്ടാവുക. ആ പന്തീരടി പൂജ നടക്കും. ശരിക്കും മണ്ഡലകാലത്തൊക്കെ ആണെങ്കിൽ പഞ്ചഗവ്യം കൊണ്ടുള്ള അഭിഷേകം കൂടി ഉണ്ട്. അതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം വിദ്യാർത്ഥികൾക്കൊക്കെ അത് വിദ്യാലാപത്തിനൊക്കെ ഉപയോഗിക്കാം. കാരണം ഔഷധ ഗുണങ്ങളാണ് പഞ്ചഗവ്യം കൊണ്ടുള്ളത്. അത് പിന്നെ വരുന്നത് 9 മണിയൊക്കെ കഴിഞ്ഞാൽ 11, 11:30 വരെയൊക്കെ ദർശനമാണ്. ഇതൊക്കെ കഴിഞ്ഞ് തുറക്കും. പിന്നെ യാതൊരു കുഴപ്പമില്ല, വളരെ ക്ലിയറായിട്ട് ദർശനത്തിനുള്ള സമയമായി.
9:30 തൊട്ട് 11:30 വരെ. അത് ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരും. അതിൻ്റെ ഇടയിൽ വല്ല പുണ്യാഹമൊക്കെ ആയി പറയുന്നതൊക്കെ വ്യത്യാസം വരും. കാരണം അപ്പോൾ തിടപ്പള്ളിയിൽ വെച്ച എല്ലാ സാധനങ്ങളും വീണ്ടും ഉണ്ടാക്കണം. അതെല്ലാം മാറ്റിയിട്ട് പുതിയവ ഉണ്ടാക്കണം. അത് ചിലപ്പോൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് ഗുരുവായൂരപ്പൻ്റെ ഓരോ കളിതമാശകളാണ്. കാരണം ഉത്തരവാദിത്തം കുറഞ്ഞ ആളുകളെ അപ്പോൾ ഒന്നുകൂടി പണിയെടുപ്പിക്കുക എന്നുള്ള പോലെയൊക്കെ കൂട്ടുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാതെ ഓരോ വിഷയങ്ങൾ വരുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ് ഈ പുണ്യാഹം. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചപൂജയുടെ സമയമായി. ഒരു 11:30 ടു 12:30 അത് ചിലപ്പോൾ ഉദയാസ്തമന പൂജ ഉള്ളപ്പോൾ ചിലപ്പോൾ 1:30-ക്കോ 2 മണിക്ക് വരെ ആവാം. കാരണം അതേവരെ അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടാതെയൊക്കെ ഇരിക്കും. നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ഭക്ഷണം കഴിക്കാതെയും കൂടി ഇരുന്നിട്ട് നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുന്ന അർത്ഥം. അപ്പോൾ ആ ഒരു അവസ്ഥ ശരിക്കും ഒരു 11:30 ടു 12:30 1 മണി വരെയൊക്കെയാണ് അതിൻ്റെ ഉച്ചപൂജയുടെ സമയം. ആ ഉച്ചപൂജയിൽ എന്താ കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ അലങ്കാരമുണ്ട്, കളഭാലങ്കാരം. അപ്പോഴാണ് പുതിയതായിട്ടുള്ള അലങ്കാരങ്ങൾ 12 അലങ്കാരങ്ങളും അവിടെ ഇപ്പോൾ ഓരോന്ന് ഇപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ വില്ലും അമ്പുമായിട്ട് നിൽക്കുക അങ്ങനെയൊക്കെ ഉള്ളത് അലങ്കാരങ്ങൾ ഞാൻ എൻ്റെ വീഡിയോ അതിൽ പറയാറുണ്ട് ഓരോ ദിവസത്തെയും. അപ്പോൾ അങ്ങനെ ആ ഇത് കഴിഞ്ഞ് 12:30 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് 2 മണി വരെ ഒക്കെയാണ് സമയം പറയണമെങ്കിലും ചിലപ്പോൾ തിരക്കിനനുസരിച്ച് 2-ൻ്റെ മേലെ കൂടുതൽ 2:30 വരെ 2:45 വരെയൊക്കെ നട തുറന്നിരിക്കും. കാരണം ഉച്ചയുടെ അത്രയും ആളുകളുള്ളത് ആൾക്കാർ ഉള്ളിലേക്ക് എത്തും. ഉള്ളിലെത്തി അവരുടെ ദർശനം കഴിഞ്ഞിട്ടാണ് നട അടയ്ക്കുള്ളൂ. പിന്നീട് വരുന്നത് ശരിക്കും വൈകുന്നേരം 4:30-ക്കാണ് നട തുറക്കുക. അത് 4:30-ക്ക് നട തുറക്കുക വെച്ചാൽ കാഴ്ച ശീവേലിയൊക്കെ ആയിട്ടാണ് നട തുറക്കുക. അപ്പോൾ രണ്ടാമത്തെ ശീവേലിയായി. അപ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ട് വരും. ആ ശീവേലി ആകുമ്പോൾ 5 മണിക്ക് നട തുറക്കും. അപ്പോൾ ഈ 4:30-ക്ക് തുറക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സീനിയർ സിറ്റിസനൊക്കെ ക്യൂവിൽ നിൽക്കാം, വളരെ കാര്യമായിട്ട് നിൽക്കാം. 5 മണി തൊട്ടിട്ട് ഉള്ളിലേക്ക് കടത്തിവിടും. അപ്പോൾ 5 മണി തൊട്ടിട്ട് ശീവേലിയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ദർശനം തുടങ്ങാം. ആ ദർശനം തുടങ്ങിയിട്ട് വളരെ എന്താ പറയുക സുഖമായിട്ട് നമുക്ക് ഭഗവാനെ ദർശിക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വരുന്നത് ശരിക്കും ഒരു 6:15 6:30 സമയത്ത് ദീപാരാധനയാണ്. ദീപാരാധന എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ഭാഗങ്ങളിലും പുറത്ത് ദീപസ്തംഭം എല്ലാ ഭാഗത്തും ദീപാരാധനയുടെ സമയത്ത് അതേമാതിരി കൂവളത്തിൻ്റെ അവിടെയൊക്കെ വിളക്ക് വെച്ച് എല്ലാ ഭാഗത്തും ദീപം കാണിക്കുകയാണ്. എന്നിട്ട് ആ ദീപം കാണിച്ച് ഭഗവാന് ദീപം എന്താ വെച്ചാൽ നല്ല ഇത് വെച്ചിട്ടാണ് കർപ്പൂരവും അകിലും എല്ലാതും ചന്ദനമൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഇതാണ് ഭഗവാന് കാണിക്കുന്നത്. കർപ്പൂരം കൊണ്ടുള്ള അതൊക്കെ കാണിച്ച് അപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് കുറച്ച് നേരം അപ്പോഴേക്ക് നട ഒന്ന് അടച്ചു തുറക്കും. എന്നാലും ആളുകളെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റ് നേരമൊക്കെയാണ് നട തുറക്കുക. ദീപാരാധനയ്ക്ക് നട അടച്ചു എന്നറിയാം. അത് കഴിഞ്ഞാൽ തുറക്കും. ആ ദീപാരാധന കാണാം. ദീപാരാധന കാണാൻ ഉള്ളിലേക്ക് എത്താൻ പറ്റാത്ത ആളുകൾക്ക് ആ ആരതിയുടെ ആ ഇത് നമുക്ക് വടക്കേ നടയിൽ ഒരു സൈഡിൽ കൊടുന്നിട്ട് അവർ അതായത് ആ കോയ്മ അകത്തെ കോയ്മ നമുക്ക് ആയിട്ട് തരും. അപ്പോൾ ഭക്തർക്ക് എല്ലാവർക്കും ആ ഇതിൻ്റെ ഹവിസ് എടുക്കാവുന്നതാണ്. അത് കാരണം അതും ഭഗവാനെ നിവേദിച്ചതാവുകൊണ്ട് ഏറ്റവും പ്രധാനമാണ്. അത് വലിയൊരു നമുക്കുള്ളൊരു അനുഗ്രഹമാണ്. അത് വടക്കേ നടയിലാണ് വരിക കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ശേഷം പിന്നെ ഒരു 7:30 ആയി കഴിഞ്ഞാലാണ് അത്താഴപൂജ വരിക. ദീപാരാധനയുടെ കഴിഞ്ഞാൽ തന്നെ അത്താഴപൂജയ്ക്കൊക്കെ ആവും. പിന്നെ കോയ്മ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് നിർത്തും. അപ്പോൾ അതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 7:30 ടു 8:15 8:30 വരെയൊക്കെ ആണ്. അതിൻ്റെ മുന്നേ ചിലത് നേരത്തെ ആവും, ചിലത് ഇതാവും. അതിന് സമയം നമുക്ക് കറക്റ്റായിട്ട് പറയാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത്താഴപൂജയുടെ സമയം അങ്ങനെയാണ്. അത്താഴപൂജ എന്ന് പറഞ്ഞാൽ ശരിക്കും നിവേദ്യത്തോടൊപ്പം തന്നെയാണ്. അത് നിവേദ്യം എന്ന് പറഞ്ഞാൽ അവിലുണ്ടാവും, വെള്ളരി നേദ്യം ഉണ്ടാവും, പഴം, പഞ്ചസാര, കാരോലപ്പം, പാലാട പ്രഥമൻ, പഞ്ചസാര പായസം തുടങ്ങിയൊക്കെ ഉണ്ടാവും. പിന്നെ അപ്പവും അടയും വെച്ചുള്ള അത്താഴപൂജയാണ് ഉണ്ടാവുക. ഈ അപ്പവും അടയും എന്ന് പറഞ്ഞാൽ നമുക്ക് അഹസ്സന് ഒക്കെ വഴിപാട് വരുമ്പോൾ അത് കിട്ടും. അതായത് വൈകുന്നേരം മാത്രമാണ് അത് കിട്ടുള്ളൂ. വൈകുന്നേരം കിട്ടുന്ന ഇതാണ് അപ്പവും അടയും. അപ്പോൾ അതും ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്. കാരാലോപ്പമൊക്കെ സുഖമായിട്ട് കഴിക്കാം.
ആ അതെ. പിന്നെ എന്താ വെച്ചാൽ കൊല്ലത്തിലൊരിക്കൽ നിറപുത്തിരിയുടെ ദിവസം മാത്രം ഉപ്പുമാങ്ങയും കൂടി വെച്ച് പൂജ പതിവുണ്ട്. അത് കഴിഞ്ഞ് നട ഇതാവുമ്പോഴേക്ക് ഒരു 8:45 9 മണിയുടെ സമയത്ത്, നേരം വഴുകുകയാണെങ്കിൽ 9 മണിയാവും. മൂന്നാമത്തെ ശീവേലി അത്താഴ ശീവേലിയാണ്. അത്താഴ ശീവേലി 8:45 പ്രതീക്ഷിക്കാം, അത് ചിലപ്പോൾ 9 മണിയാവും. ആ 9 മണിയാവുമ്പോൾ അത്താഴ പൂജ, അത്താഴ ശീവേലിയുടെ ഇതിലും ആ സമയത്തും നമുക്ക് ഭക്തർക്ക് ഗുരുവായൂരപ്പൻ്റെ തിടമ്പിൻ്റെ കൂടെ അനുഗമിക്കാം. അപ്പോൾ ധാരാളം ഭക്തർ ആ സമയത്ത് അടിപ്രദക്ഷിണം അതുപോലെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ മാതിരി ഏറ്റവും കൂടുതൽ, പക്ഷേ ആ സമയത്ത് ശയനപ്രദക്ഷിണം ചെയ്യാൻ പറ്റില്ല, കാരണം ആനയും എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് അതാണ്. പിന്നെ അടിപ്രദക്ഷിണം എന്ന് പറഞ്ഞാലും അതിൻ്റെ മുൻപോ പിൻപോ ഒക്കെയാണ് ചെയ്യുന്നതാണ് ഉചിതം, കാരണം പിന്നെ തിരക്കായി. അപ്പോൾ അതുകൊണ്ട് ഉള്ള ഒരു ഇതാണ്. എന്തായാലും ആ സമയത്ത് അത്താഴ ശീവേലി കഴിഞ്ഞാൽ ഇതേമാതിരി ആ ലാസ്റ്റ് ടൈമിൽ, അതും പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ശ്രീഭൂതബലിയാണെങ്കിൽ അന്ന് 4 പ്രാവശ്യമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ 3 റൗണ്ടാണ് ഉണ്ടാവുക. ശീവേലിക്ക് 3 റൗണ്ടും ശ്രീഭൂതബലിക്ക് 4 റൗണ്ടും. 4ാമത്തെ റൗണ്ട് ഓടിയിട്ടാണ് വരിക. അത് മേൽശാന്തി അടക്കം ഓടും, ഭക്തർ മാനി എല്ലാതും ഓടും അവസാനത്തെ 4ാമത്തെ റൗണ്ട്. അത് വലിയൊരു കാഴ്ച തന്നെയാണ്. ഗുരുവായൂരപ്പൻ്റെ ആ ഒരു കാഴ്ച നല്ല ഇതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് തൃപ്പുകയാണ്. തൃപ്പുകയും ഓലവായന എന്നൊക്കെ പറയും, അതുമുണ്ട്. തൃപ്പുകയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ തൃപ്പുക എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനെ ഏറ്റവും, അതായത് ചന്ദനവും ഗുൽഗുലും തുടങ്ങിയ 8 തരം ഔഷധങ്ങൾ ചേർത്ത് ആയിട്ടുള്ള ആ ഒരു സുഗന്ധം ഭഗവാന് അവിടെ മൊത്തം പുകയ്ക്കും. ഈ ഇതിൻ്റെ കൂടെ, അതിൻ്റെ കൂടെ പുകയ്ക്കുന്ന സമയത്ത് അത് ഏറ്റവും ആശ്വസിച്ചാൽ, നമ്മളെ ശരീരത്തിലേറ്റാൽ അത് നമ്മളെ ശരീരം നല്ല എന്താ പറയുക, ഉത്സാഹത്തോടെ നമ്മളെ അസുഖങ്ങളെല്ലാം മാറുന്ന തരത്തിലുമായി കഴിയും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ തൃപ്പുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അവിടെ ഗുരുവായൂരപ്പന് ആ കൊടിവിളക്കിൽ നെയ്യിൽ ഇത് വെച്ചിട്ട് തിരിവെച്ചിട്ട് ഉള്ളിൽ കീഴ്ശാന്തി മന്ത്രം ചൊല്ലിയിട്ട് ആണ്. കാരണം ആ ഒരു പൂജ കഴിഞ്ഞാൽ അദ്ദേഹത്തെ പള്ളിയുറക്കത്തിന് വിടുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് തൃപ്പുക. അതും വളരെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടാവില്ല. ഈ ഇതിൻ്റെ ആളുകൾക്ക് എന്താ പറയുക, ഉദയാസ്തമന പൂജക്കാർക്കോ അല്ലെങ്കിൽ പിന്നെ ചുറ്റുവിളക്കുള്ള ആളുകൾക്കോ അവിടെ ഇതിൻ്റെ കൊടിമരം കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി നിർത്തും. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ പ്രസാദം വരും. ആ പ്രസാദം വരിക എന്ന് പറഞ്ഞാൽ അവിടുന്ന് കൊടിവിളക്കിലുള്ള ആ പൂജ ആരതിയും കൊടുത്ത്, അപ്പോൾ നമ്മൾ അത് അവിടെ പ്രാർത്ഥിക്കുക ഭഗവാനെ. ഉറക്കുപാട്ടാണ്, അതായത് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ് നാരായണ വാസുദേവ. ഈ ഒരു ശ്ലോകമാണ് അവിടെ ഗുരുവായൂരപ്പനെ ഉറക്കാനായിട്ട് ചെല്ലുന്നത്. അത് പുറത്തുള്ള ആളുകൾക്കും ചെല്ലാം, നമ്മൾക്ക് അവിടെ ഉള്ള ആളുകൾക്കും ചെല്ലാം, എല്ലാവർക്കും ചെല്ലാം. കാരണം അത് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ ഉറങ്ങുകയാണ്, പള്ളി ഉറക്കത്തിന് പോവുകയാണ്. അപ്പോൾ പള്ളി ഉറക്കത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വന്നാൽ തൃപ്പുകയുടെ നെയ്യുണ്ട്. ആ നെയ്യ് നമുക്കെല്ലാവർക്കും ഇതിൻ്റെ അവിടെ ഒരു സോപാനം കാവൽ നിൽക്കുന്ന ഒരാളും വേറൊരാളും കൂടി കൊണ്ടുവന്ന് തരും. അല്ലെങ്കിൽ സോപാനം കാവൽ ആരും മാത്രമായിരിക്കും. ആ നെയ്യ് എല്ലാവർക്കും കുറച്ചേ കിട്ടുള്ളൂ. അത് അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാവുകൊണ്ട്, കാരണം എല്ലാ ഔഷധം കൂടി അടങ്ങിയതാണ്. ഒന്നാമത് സ്വർണ്ണ വിളക്കിലത്തെയാണ്, അത് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു പവർ, അത് ഏറ്റവും കൂടുതൽ നമ്മളെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ അത് ആണ് എല്ലാവരും അമ്പലത്തിൽ പോകുന്ന ആളുകൾ ആ 10 മണി ഒക്കെ സമയമാണെങ്കിൽ അവിടെ എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ട് അത് വാങ്ങാൻ ശ്രമിക്കുക. അത്രയും പ്രധാനപ്പെട്ടതാണ് ആ തൃപ്പുകയുടെ നെയ്യ്. പിന്നെ അസുഖങ്ങളുള്ളവർക്കൊക്കെ അത് എങ്ങനെയെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. അത് അവിടെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഈ പറഞ്ഞ പോലെ കൊടിവിളക്കിൽ എത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അംശങ്ങളാണ് കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും തോനെ വേണമെന്നൊന്നും വിചാരിക്കരുത്, കുറച്ച് മാത്രം തരുള്ളൂ. അത് കിട്ടുന്ന ആൾക്ക് മെച്ചാണ്, അതാണുള്ളത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഓലവായനയൊക്കെ കഴിഞ്ഞാൽ, ഓലവായന എന്ന് പറഞ്ഞാൽ
അന്നന്നത്തെ ചിലവ്, അന്നന്ന് എത്ര ചിലവുണ്ടായി, എത്ര വരവുണ്ടായി എന്നുള്ളതൊരു വായന ഗുരുവായൂരപ്പനെ കേൾപ്പിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാലാണ് അടുത്തതായിട്ട് അപ്പോൾ അമ്പലത്തിൽ ഗുരുവായൂരപ്പൻ്റെ അവിടുത്തെ എല്ലാതും കഴിഞ്ഞു. പിന്നീടാണ് മഹാവിഷ്ണുവിൻ്റെ ഗുരുവായൂരപ്പൻ്റെയൊക്കെ സഹോദരിയായിട്ടുള്ള ഇടത്തരികത്തുകാവ് ഭഗവതി, അവിടെയാണ് അഴൽ വഴിപാട്. അഴൽ വഴിപാട് നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വിഷമം അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പം ഭഗവതിക്ക് അഴൽ എന്ന് പറഞ്ഞാൽ അതൊന്നൊരു ഇപ്പോൾ കടബാധ്യത അതുപോലെ എന്ത് തന്നെ ആയാലും അസുഖങ്ങളോ അതൊക്കെ ഭഗവതിക്ക് അഴൽ നേരുന്നതിനോടൊപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് ശമനം ഉണ്ടാവും എന്നാണ്. അതാണ് അവിടെ അനുഭവസ്ഥരുടെ ഭാഷ്യം. അത് വളരെ നന്നായിട്ടുള്ളൊരു ചടങ്ങാണ്. ശരിക്കും പച്ചരിയും വെള്ളരിയും നാളികേരം ഒക്കെ ആയിട്ടും പിന്നെ വാഴത്തണ്ടിൽ തുണി ചുറ്റിയിട്ടാണത് എണ്ണയിൽ മുക്കിയിട്ട് ആണ് ദേവിക്ക് അഗ്നി നേദിക്കുക. അതിനെയാണ് ഈ അഴൽ എന്ന് പറയുക. അതായത് നമ്മളെ ദുഃഖങ്ങളെ ഒക്കെ ദേവിക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അത് കരിയിച്ച് കളയുകയാണ്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് മുഴുവൻ കാണണം. അഴലും കൂടി കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണനാട്ടുണ്ട് അവിടെ വടക്കേ നടയിലാണ് ഉണ്ടാവുക കേട്ടോ. അതിപ്പോൾ ഈ സമയത്തൊക്കെ ഉണ്ടാവും. ഉത്സവ സമയത്ത് കൃഷ്ണനാട്ടം ഉണ്ടാവില്ല. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിൽ പല കഥകളുണ്ട്. അതൊക്കെ അവിടെ വഴിപാട് ചെയ്യാം. 3000 മുതൽ അതിൻ്റെ ഒരു ഇതുണ്ട്. അതിന് എപ്പോഴെങ്കിലും ആവശ്യമാണെങ്കിൽ നമുക്കത് ചെയ്യാം. അത് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ വരെയൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ എന്താ വെച്ചാൽ നട അടച്ചാലും ഒരു ഭാഗത്തു കൂടെ നമുക്ക് അത് കണ്ട് പോരാൻ കഴിയും. ഗുരുവായൂരപ്പൻ്റെ നട അടച്ചു വെച്ചാലും ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് പോരാം. ഒരു വഴി കൂടെ പടിഞ്ഞാറ നടയിൽ കൂടെ പോവാം. അതാണ് ഏറ്റവും, ബാക്കിയുള്ള നടകളൊക്കെ അടയ്ക്കും. ദേവിയുടെ അവിടത്തെയും നട അടയ്ക്കും. അഴൽ കഴിഞ്ഞാൽ ദേവിയുടെ അവിടുത്തെ നട അടയ്ക്കും. പിന്നെ ആകെ പടിഞ്ഞാറ നട മാത്രമാണ് കുറച്ച് നേരം തുറക്കുക. അപ്പോൾ അതും കൂടിയും കഴിഞ്ഞാൽ അവിടുത്തെ ശരിക്കും ഒരു ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലെ ഒരു ദിവസത്തെ പൂജ പരിസമാപ്തിയായി. അതാണ് രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെയുള്ളത്. പിന്നെ അതിനുശേഷം പള്ളിയുറക്കമൊക്കെ ആയിട്ട് അങ്ങനെ അദ്ദേഹം അതാവും. പിന്നെ ഇതിൽ ശരിക്കും 12 പൂജയുടെ ഇതിൽ 12 രൂപങ്ങളാണ് അവിടെ ഉള്ളത്. അത് എന്താ വെച്ചാൽ നിർമ്മാല്യത്തിന് വിശ്വരൂപമാണ്. അത് ഏറ്റവും പ്രധാനമുള്ളത് തന്നെയാണ്. കാരണം ആ മഹാവിഷ്ണുവിൻ്റെ ആ ചതുർബാഹുവായ രൂപം അത് നമുക്ക് കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി, കാരണം കറുത്തിട്ടുള്ള പോലത്തെ ആ ഒരു ഇതാണല്ലോ, അഞ്ജനശിലയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാലും നല്ല ശ്രദ്ധിച്ചാൽ കാണും. കാരണം എല്ലാവർക്കും ഒക്കെ കാണണം. നല്ല ബൃഹത്തായ ആ രൂപമാണ്. അതാണ് വിശ്വരൂപമായിട്ടാണ് അവിടെ ആ സമയത്ത് ഉണ്ടാവുക. പിന്നെ ഉള്ളത് തൈലാഭിഷേക സമയത്ത് വാതാലയേശനാണ്. എല്ലാ രോഗങ്ങൾക്കും ശമനം വരുത്തുന്ന വാതരോഗത്തിനൊക്കെ പ്രത്യേകിച്ച് തൈലാഭിഷേകം കണ്ട ഏറ്റവും നല്ലതാണ്. അതുപോലെ വാകച്ചാർത്ത് ഗോകുലനാഥനാണ് ആ സമയത്ത്. അതേപോലെ ശംഖാഭിഷേക നേരത്തെ സന്താനഗോപാലനായിട്ടാണ് അവിടെ നിൽക്കുക. പിന്നെ ബാലാലങ്കാര സമയത്ത് ഗോപികാനാഥനാണ്. അത് കഴിഞ്ഞ് പാലാഭിഷേകം സമയത്ത് യശോദാബാലനായിട്ടാണ്. പിന്നെ നവകാഭിഷേകത്തിന് സമയത്ത് വനമാലാകൃഷ്ണനായിട്ടാണ് അവിടെ ആ ശ്രീലകത്ത് വസിക്കുക. പിന്നെ ഉച്ചപൂജയ്ക്ക് സർവാലങ്കാര ഭൂഷിതനായിട്ടുള്ള ആളാണ്. അപ്പോൾ അതിലാണ് ഈ കളഭാലങ്കാരങ്ങൾ വരുന്നത്. പിന്നെ വൈകുന്നേരം വരുന്നത് സർവമംഗളരൂപനായിട്ടാണ്. ദീപാരാധന വരുന്ന സമയത്ത് മോഹനരൂപനായിട്ടാണ്. അത്താഴത്തിൻ്റെ അത്താഴപൂജയുടെ സമയത്തുള്ള രൂപം, അതായത് ശേഷനാഗത്തിൻ്റെ പുറത്ത് ശയിക്കുന്ന മഹാവിഷ്ണുവായിട്ട് തന്നെയാണ്. അപ്പോൾ അതാണ് ഇത്രയും ഇതാണ് അവിടെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണം. അതുപോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാ ഭക്തരുടെയും സപ്പോർട്ട് വേണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൃഷ്ണ ഹരേ. ഓം ഐം ക്ലീം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.